വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. സമയമായപ്പോൾ യേശു തമ്പുരാൻ ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നതുവരെ ഞാനിത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ ഞാൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു, എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കുവാൻ തുടങ്ങി. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, വിജാതിരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഇവർ ഉപകാരികളെ കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടി നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാം ഇന്ന് പെസഹ വ്യാഴാഴ്ച ആചരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പെസഹ അവരുടെ ഏറ്റവും വലിയ പെരുന്നാളുകളിൽ ഒന്നായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം മോശ വഴി ഇസ്രായേൽ ജനതയ്ക്ക് വിടുതൽ കൊടുക്കുവാൻ തീരുമാനിച്ചു. മോശയെ അവരുടെ ഇടയിലേക്ക് അയച്ചു. ശക്തനായ ഫറവോന്റെ അടുക്കൽ ഒന്നിനു പിറകെ ഒന്നായി 10 അത്ഭുതങ്ങൾ, ബാധകൾ അവൻ അയച്ചു. ഓരോ ബാധകൾ കഴിയുമ്പോഴും ഫറവോ കൂടുതൽ കഠിന ഹൃദയനായിട്ട് മാറി. ഇസ്രായേലിനെ വിടുവാന്, മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാന്, അവരുടെ ദൈവത്തെ ആരാധിക്കുവാന് ഫറവോ സമ്മതിച്ചില്ല. എന്നാൽ 10ാമത്തെ പീഡ മോശ അവരുടെ ഇടയിലേക്ക് അയച്ചു. സംഹാരദൂതൻ കടന്നു പോകുന്ന പീഡയാണ്. ഇസ്രായേലിൻ്റെ എല്ലാ ആദിജാതന്മാരെയും സംരക്ഷിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ എല്ലാ ആദിജാതന്മാരെയും സംഹരിക്കുന്ന പീഡയായിരുന്നു അത്. മോശ ഒരു നിർദ്ദേശം കൊടുത്തു, ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലും കട്ടിളപ്പടകളിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി അടയാളം കാട്ടണമെന്ന്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈ അടയാളമുള്ള ഭവനങ്ങളിൽ ഒന്നും പ്രവേശിക്കുകയോ ആദിജാതന്മാരെ സ്പർശിക്കുകയോ ചെയ്തില്ല. ഈ അടയാളങ്ങളില്ലാത്ത എല്ലാ ഭവനങ്ങളിലെയും ആദിജാതന്മാരെ കൊന്നൊടുക്കി സംഹരിച്ചാണ് സംഹാരദൂതൻ കടന്നുപോയത്. ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാകുന്ന നിമിഷമാണത്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. സംഹാരദൂതൻ കടന്നുപോയി, ഈജിപ്തിനെ സംഹരിച്ച് കടന്നുപോയി, ഇസ്രായേലിനെ സംരക്ഷിച്ച് കടന്നുപോയി. അതിനെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു പെസഹ ആഘോഷിക്കുന്നത്. ധൃതിയിൽ നിന്നുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ നിന്നും സംഭരിക്കാവുന്നതെല്ലാം സംഭരിച്ചുകൊണ്ട് പാലം തിരുന്ന കനാനിലേക്കുള്ളവരുടെ യാത്രയാണ്. ഈ പോകുന്ന വഴിക്ക് അവർക്ക് യോർദാൻ കടന്നു പോകണമായിരുന്നു. പെസഹ എന്ന വാക്കിന് യോർദാന് കടന്നുപോക്കും എന്നർത്ഥമുണ്ട്. വെള്ളത്തിലൂടെയുള്ള കടന്നുപോക്ക് എന്നുകൂടിയുണ്ട്. ഒരു വിശുദ്ധീകരണത്തിൻ്റെ കടന്നുപോക്ക്. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, അടിമത്തത്തിൽ നിന്നും പാലം തിരുന്ന കനാനിലേക്കുള്ള യാത്രയാണ് പെസഹ എന്ന് പറയുന്നത്. ഈ പെസഹ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ആചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാരെ പറഞ്ഞൊരുക്കി കർത്താവ് ഈ പെസഹായ്ക്ക് വേണ്ടി പറഞ്ഞയക്കും. അവർ പോയി മനോഹരമായ ഒരു മാളികയിൽ ഈ പെസഹ ഒരുക്കും. അവരുടെ മനസ്സിൽ പഴയ നിയമത്തിൻ്റെ പെസഹയാണ് ഉള്ളതെങ്കിലും കർത്താവ് ഒരു പുതിയ ദർശനം, ഒരു പുതിയ പെസഹ
അവിടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പെസഹയിൽ നമുക്ക് 3 പ്രത്യേകമായ സംഭവങ്ങൾ എടുത്തു പറയുവാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളെ. ഒന്നാമതായിട്ട് പ്രതീക്ഷകളെ മുഴുവൻ തകർത്തുകൊണ്ട്, മനുഷ്യൻ്റെ ചിന്താഗതികളെ മുഴുവൻ തകർത്തുകൊണ്ട്, അപ്പോസ്തലന്മാരുടെ വികാരങ്ങളെല്ലാം തകർത്തുകൊണ്ട് യേശു ഭക്ഷണത്തിന് വന്നിരുന്നു. നമുക്കറിയാം, മനോഹരമായ ഒരു മാളിക. ആ മാളികയിൽ 13 പീഠങ്ങളും 13 ഭക്ഷണ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. യേശുവിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അവൻ എന്നെ എഴുന്നേറ്റ് അവൻ്റെ വസ്ത്രങ്ങൾ മാറി അരയിലൊരു കച്ച കെട്ടി പാത്രത്തിൽ വെള്ളമെടുത്ത് ഓരോ ശിഷ്യൻ്റെയും അടുക്കൽ പോയി അവൻ്റെ പാദങ്ങൾ കഴുകി അതിൻ്റെ കരക്കച്ചുകൊണ്ട് തുടച്ച് അതിൽ ചുംബിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഇത്ര വലിയൊരു മനോഹരമായ മാതൃകയാണ് കർത്താവ് കാണിച്ചു കൊടുക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിമകൾ പോലും പാദങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല, കൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അവൻ സ്വയമേ വേണമെങ്കിൽ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി ശുദ്ധിയുള്ളവനാക്കി ദേവാലയത്തിലേക്ക് പ്രവേശിക്കണം. ഇവിടെ യേശു ദൈവാദി ദൈവം, രാജാതി രാജാവ്, ഗുരുക്കന്മാരുടെ ഗുരു, അവരുടെ എല്ലാം നാഥൻ, അവൻ അവരോരോരുത്തരുടെയും മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി വെടിപ്പാക്കി കർത്താവ് അവരെ ശുദ്ധീകരിക്കുകയാണ്. പത്രോസിന്റെ അടുക്കൽ വരുമ്പോൾ പത്രോസ് പറയും, കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകാൻ പാടില്ല. കർത്താവ് പറയും, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഉടനെ പത്രോസ് പറയും, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ തലകൂടി കഴുകണം. കർത്താവ് പറയും, കുളിച്ചിരിക്കുന്നവന് പാദങ്ങൾ മാത്രം കഴുകി വൃത്തിയാക്കിയാൽ മതി. നിങ്ങളെല്ലാം ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല എന്ന് കർത്താവ് പറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, താൻ നടത്തുവാൻ പോകുന്ന വലിയ ബലിയുടെ മുമ്പിൽ കർത്താവ് നടത്തുന്ന ഏറ്റവും മനോഹരമായ മാതൃകയാണ് എളിമയുടെ, വിനയത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു മാതൃക. കാലിത്തൊഴുത്തിൽ ജനിച്ച കർത്താവ് കാൽവരിയിൽ നടത്തുവാൻ പോകുന്ന വലിയ യാഗം ഇവിടെ ഈ അന്ത്യത്താഴ് സമയത്ത് അവൻ ആവിഷ്കരിക്കാൻ പോവുകയാണ്. അവൻ എത്രമാത്രം ശിഷ്യന്മാരുടെ മുമ്പിൽ താണ് അവിടെ പാദങ്ങൾ കഴുകിയെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, നിങ്ങൾ എന്നെ നാഥനെന്ന് വിളിക്കുന്നു, നിങ്ങളുടെ ഗുരുവും നാഥനുമാണ് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതെ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുവാൻ, എളിമപ്പെടുത്തി കൊടുക്കുവാൻ, വിനയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. മത്തായിസിലെ നമ്മളോട് പറയും, നീ ബലിപീഠത്തിൽ കൊണ്ടുവരികയും സഹോദരനോട് എന്തെങ്കിലും വിരോധം ഓർക്കുകയും ചെയ്താൽ ബലിപീഠത്തിൽ വെച്ച് നീ ആദ്യമേ പോയി നിന്റെ സഹോദരനോട് രമ്യപ്പെടണം. ഈ കാല് കഴുകൽ ഒരു വലിയ രമ്യപ്പെടലാണ്. കർത്താവ് യൂദാസിനോട് സമയം കൊടുക്കുകയാണ് ഒരു രമ്യപ്പെടലിന് വേണ്ടി, ഒരു അനുതാപത്തിന് വേണ്ടി, ഒരു പ്രായശ്ചിത്തത്തിന് വേണ്ടി, തന്നെ ശൂന്യവൽക്കരിക്കുവാൻ വേണ്ടി, തന്നെ വെളിമപ്പെടുത്തുവാൻ വേണ്ടി, അഹങ്കാരം കളഞ്ഞ്, സ്വാർത്ഥത കളഞ്ഞ്, നിഗളം കളഞ്ഞ്, സാത്താന്റെ ബന്ധം കളഞ്ഞ് വിട്ടിട്ട് എളിമയോടുകൂടി യേശുവിൻ്റെ പക്ഷത്താകുവാൻ്റെ അവസരം പക്ഷേ അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രിയ സഹോദരങ്ങളെ. കർത്താവ് കാണിക്കുന്ന ഒന്നാമത്തെ മാതൃക ഇതാണ്. വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പായി കർത്താവ് നമുക്ക് കാട്ടിത്തന്നത് ഈ ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ മനോഹരമായ ദൃഷ്ടാന്തമാണ്. രണ്ടാമത് പെസഹായുടെ മുൻപിൽ നാം കാണുന്നത് കർത്താവ് ഈ പെസഹായ്ക്ക് ഒരു പുതിയ രൂപം കൊടുക്കുന്നു, ഒരു പുതിയ ഭാവം കൊടുക്കുന്നു. മനുഷ്യന് മനസ്സിലാകാത്ത അതിശ്രേഷ്ഠമായ ഒരു ബലിയാണ് കർത്താവ് അവിടെ അർപ്പിക്കാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ കർത്താവ് ദീർഘമായിട്ട് ഈ ബലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷണമാണ്, എൻ്റെ രക്തം പാനീയമാണ്, നിങ്ങൾ ഈ രക്തം ഭക്ഷിക്കണം, ഈ അപ്പം ഭക്ഷിക്കണം, ഈ രക്തം പാനം ചെയ്യണം എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അവർക്ക് ആർക്കും ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ ഇവിടെ കർത്താവ് വന്നിട്ട് ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ന്യായമായി ആ മേശയിൽ 13 അപ്പം കാണണം. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നത്? അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഒരപ്പം കൈകളിലെടുക്കും, ഒറ്റയൊരപ്പം കൈകളിലെടുക്കും, സ്വർഗത്തിലേക്ക് നോക്കി അത് ആശീർവദിക്കും. എന്നിട്ട് അവൻ 13 പിച്ച് 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 ചീന്തും, എന്നിട്ട് 13 പേർക്കായിട്ട് കൊടുക്കും. കർത്താവോട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാകുന്നു. നാം ഓർക്കണം, വെറും ഒരു ഗോതമ്പപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ഓർമ്മയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കുരുടനോട് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ കണ്ടു, കാനായിൽ വെള്ളമെടുത്തുകൊണ്ട് വിളമ്പൻ പറഞ്ഞപ്പോൾ അത് വീഞ്ഞായിട്ട് മാറി. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കടലിന് മീതെ നടക്കാമെങ്കിൽ, കാറ്റിനെയും കടലിനെയും ശാസിക്കാമെങ്കിൽ, കുരുടന് കാഴ്ച കൊടുക്കാമെങ്കിൽ, ചെകിടിന് കേൾവി കൊടുക്കാമെങ്കിൽ, മുടന്തിന് നടക്കാൻ ശക്തി കൊടുക്കാമെങ്കിൽ,
മരിച്ചവനെ ഉയർപ്പിക്കാമെങ്കിൽ, കുഷ്ഠരോഗി സൗഖ്യം കൊടുക്കാമെങ്കിൽ, സാത്താനെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ, കർത്താവ് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് യേശുവിൻ്റെ ശരീരമായി മാറും. സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതിൻ്റെ സബ്സ്റ്റൻസിന് മാറ്റം വന്നു എന്നാണ്. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. ദ സബ്സ്റ്റൻസ് ഓഫ് ദ ബ്രെഡ് ഈസ് ചേഞ്ച്ഡ് ടു ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അക്ഷരാർത്ഥത്തിൽ അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നു. വീഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തമായി തീർന്നു. ഈ പ്രക്രിയയാണ് പ്രിയ സഹോദരങ്ങളെ അന്ത്യത്താഴ് സമയത്ത് ആ മാളികയിൽ സംഭവിക്കുന്നത്. ഇതാണ് ഇത് നമ്മുടെ എല്ലാ അൾത്താരകളിലും സംഭവിക്കുന്നത്. വൈദികനപ്പം കൈകളിലെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നതാണ് ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷ്യമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. ഇത് ഭക്ഷിക്കുകയും ഇത് പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ജീവിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും. നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി യേശുതമ്പുരാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനമാണ് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ഇത് തന്നെയാണ് അടുത്ത ദിവസം കാൽവരി കുരിശിൽ നാം കാണുവാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ ശരീരം തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്, അവൻ്റെ രക്തം വാർന്ന് ഒഴുകുന്നുണ്ട്. ആ ശരീരവും ആ രക്തവുമാണ് ഈ അൾത്താരയിൽ നമുക്ക് വേണ്ടി അവൻ ഭക്ഷണമായിട്ട് പാനീയമായിട്ട് നൽകുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കുക. ഇതൊരു ഓർമ്മയല്ല, മറിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ അൾത്താരയിലും യേശു ഇറങ്ങി വരികയാണ്, യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം നിറയുകയാണ്. ഞാൻ കഴിക്കുന്ന ജീവന്റെ അപ്പമാണ്, അത് രക്ഷയുടെ അപ്പമാണ്. ഇത് തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം പ്രിയ സഹോദരങ്ങളെ. അന്ത്യത്താഴ് സമയത്ത് കർത്താവ് ഉപയോഗിക്കുന്ന 4 വാക്കുകളുണ്ട്. 1, he took the bread. 2, he blessed the bread. 3, he broke the bread. 4, he gave the bread. ഈ 4 വാക്കുകളാണ് ഈ വിശുദ്ധ കുർബാനയുടെ പരമപ്രധാനമായ 4 വാക്കുകൾ. ഞാൻ പറഞ്ഞു 13 അപ്പങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷേ കർത്താവ് ഒറ്റ അപ്പമേ എടുത്തുള്ളൂ. ഇതൊരു സെലക്ഷനാണ്, ഇതൊരു എലക്ഷനാണ്. എല്ലാ പലരിൽ നിന്നും കർത്താവ് ഒന്നിനെ തിരഞ്ഞെടുത്തു, ഒറ്റ ഒരെണ്ണത്തെ തിരഞ്ഞെടുത്തു. നമ്മെല്ലാവരെയും കർത്താവ് ഒറ്റയ്ക്കാണ് കണ്ടത്, ഒറ്റയ്ക്കാണ് തിരഞ്ഞെടുത്തത്, പേര് ചൊല്ലി വിളിച്ച് നമ്മെ ചേർത്ത് വെച്ചത്. ഈ ഒരു സെലക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. അനുഗ്രഹീതമായ ഒരു വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. പത്രോസിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, ഏലിയാവിനെ കണ്ടു, നമ്മെ ഓരോരുത്തരെയും കണ്ടു. എന്നിട്ട് അവൻ നമ്മെ കൈകളിൽ എടുത്തു. അവൻ നമ്മുടെ സ്വന്തമാണ്, കർത്താവിൻ്റെ സ്വന്തമാണ് നാം ഓരോരുത്തരും. ഈ ബോധ്യം ഓരോ കുർബാനയിലും നമുക്കുണ്ടാകണം. വൈദികനപ്പം കയ്യിലെടുക്കുമ്പോൾ നിങ്ങളെയാണ് ആ കൈകളിൽ കർത്താവ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്, കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടി? അത് ആശീർവദിക്കപ്പെടുവാൻ വേണ്ടി. മാമോദീസായിലൂടെയും മൊറനാഭിഷേകത്തിലൂടെയും നമുക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യം ഏതാണ്? അവൻ നമ്മെ ആശീർവദിക്കുന്നു. ആശീർവദിക്കുന്നത് എന്ത് സംഭവിക്കുന്നു? പച്ചവെള്ളം വീഞ്ഞാകുന്നു, വീഞ്ഞ് രക്തമാകുന്നു, അപ്പം യേശുവിൻ്റെ ശരീരമാകുന്നു. വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഓരോ കുർബാന കഴിയുമ്പോഴും ഈ മാറ്റം നമ്മളിൽ സംഭവിക്കണം. നാം പുതിയ മനുഷ്യനാകണം. അതെ, തമ്പുരാന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ തീരണം. പഴയ മനുഷ്യനെ അതിൻ്റെ എല്ലാ ദുർഗുണങ്ങളോട് ഉരിഞ്ഞു കളയണം. പുതിയ മനുഷ്യനാകാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോ ബലികളും അർത്ഥശൂന്യമാണ്. ഓരോ ബലിയും രക്ഷയുടെ അടയാളമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. കാൽവരിയിലെ ബലിയും അൾത്താരയിൽ ബലിയും ഒന്നാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കണം. തമ്പുരാൻ കൈകൾ എന്നെ എടുത്ത് ആർത്ത് എന്നെ ആശീർവദിക്കുമ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. ലോകത്തിൻ്റെ മനുഷ്യനല്ല, ദൈവത്തിൻ്റെ മനുഷ്യൻ. പാപത്തിൻ്റെ മനുഷ്യനല്ല, ശുദ്ധതയുടെ വിശുദ്ധിയുടെ മനുഷ്യൻ. ഈ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ സാധിച്ചാൽ നമുക്കൊരു പുതിയ മനുഷ്യനായി തീരുവാനും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാനും സാധിക്കും. പക്ഷെ ഓർക്കണം, എന്തിനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? എന്തിനാ ദൈവം വിളിച്ചത്? ഓരോ ക്രൈസ്തവന്റെയും ജീവിതം മുറിക്കപ്പെടുവാനുള്ളൊരു ജീവിതമാണ്. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന സ്വയം ത്യജിച്ച് കുരിശെടുത്തു വരണം. സഹനത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നാം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, അതൊരു സഹനത്തിൻ്റെ ജീവിതമാണ്. അത് മുറിക്കപ്പെടണം, പിച്ച് ചീന്തപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകത്തുള്ളൂ, വാല്യൂ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ അറിയാം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകണം, എങ്കിൽ മാത്രമേ പുതിയൊരു ഗോതമ്പ് മണി കിളിച്ചു വരത്തുള്ളൂ, ചെടി കിളിച്ചു വരത്തുള്ളൂ. ആയിരക്കണക്കിന് നെൽമണികൾ ഉണ്ടാകത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം തനിയെ ഇരുന്നാൽ നാം തന്നെ ഇരുന്ന് മുഖത്തേ ഉള്ളൂ. നമ്മൾ അഴുകുമ്പോഴാണ്, നാം മുറിക്കപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. തിരിച്ചറിവ് നമുക്ക് സാധിക്കണം. അതെ, മുറിക്കപ്പെടുന്നത് കൊടുക്കപ്പെടുവാൻ വേണ്ടിയാണ്. നിന്റെ സമയം നിൻ്റെതല്ല, നിന്റെ ആരോഗ്യം നിൻ്റെതല്ല, നിന്റെ പണം നിൻ്റെതല്ല, നിന്റെ ജീവൻ നിൻ്റെതല്ല. അവരിന് വേണ്ടി വ്യയം ചെയ്യുവാനുള്ളതാണ്. ഈ ഒരു
തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തിരിച്ചറിയാൻ സാധിക്കണം. നല്ല സമറായന്റെ കഥയുടെ അവസാനത്തിൽ യേശു പറയും, നീയും പോയി അതുപോലെ ചെയ്യുക. ആ സമറായൻ തൻ്റെ എണ്ണയും തൻ്റെ വീഞ്ഞും തൻ്റെ വസ്ത്രവും തൻ്റെ കഴുതയും തൻ്റെ പണവും ഒക്കെ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി വ്യയം ചെയ്തപ്പോൾ അതിനുശേഷം കർത്താവ് പറയുന്നത്, നീയും പോയി അതുപോലെ ചെയ്യുക. അതെ, ക്രിസ്തീയ ജീവിതം അതൊരു പരസ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പരസ്നേഹമില്ലാതെ ഒരു ദൈവസ്നേഹമില്ലെന്ന് എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ മാത്രമേ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ അന്ത്യത്താഴ മേശയിൽ നിന്നും പോകുന്നത് എവിടേക്കാണ്? ഗെത്സമേൻ തോട്ടത്തിലേക്കാണ്. ഈ ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത ഏതാണ്? ഗെത്സമേൻ തോട്ടം. അവിടെ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, രക്തം വീർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും കടന്നു പോകണമേ. പക്ഷെ അവന് കൂട്ടിച്ചേർക്കാൻ സാധിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. കർത്താവിന് എങ്ങനെയെങ്കിലും ഈ പാടുപീട ഒഴിവാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും അതിനേക്കാൾ മുൻതൂക്കം കൊടുക്കുവാൻ കർത്താവിന് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് കർത്താവ് പറയാണ്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ഇത് നമുക്ക് ആവശ്യമാണ്. ഈ പീഡാസഹനത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. കർത്താവിൻ്റെ ചങ്കിനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. പ്രാർത്ഥിക്കാതെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കത്തില്ല. മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ നേരം എന്നോടത്ത് ഉണർന്നിരിക്കുവാൻ കഴിയത്തില്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നത്. രണ്ടാമത് നമ്മുടെ കണ്ടുമുട്ടുന്നൊരു കാര്യം, ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, താൻ ചങ്കോട് ചേർത്ത് വെച്ച ശിഷ്യൻ തന്നെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശരിക്കും യൂദാസിനോട് വെറുപ്പ് തോന്നും, വിദ്വേഷം തോന്നും, ദുഷ്ടൻ എന്നൊക്കെ നമ്മളവനെ വിളിച്ചേക്കും. പക്ഷേ അവനേക്കാൾ എത്രയോ ദുഷ്ടരാണ് നമ്മളൊക്കെ. അവൻ ഒറ്റ പ്രാവശ്യം യേശുവിനെ ഒറ്റിക്കൊടുത്തുള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ 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 പ്രാവശ്യം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പാപങ്ങളും ഓരോ ഒറ്റിക്കൊടുക്കലാണ്. നമ്മുടെ ഓരോ ദൈവത്തിൻ്റെ അകൽച്ചകളും ഒറ്റിക്കൊടുക്കലാണ്, തള്ളിപ്പറച്ചിലാണ്. പത്രോസിനെ പോലെ യുദാസിനെ പോലെ ഒറ്റിക്കൊടുത്തും തള്ളിപ്പുറത്തും കൊടുത്ത് ദീർഘമായ ജീവിതം നയിക്കുന്നവരുണ്ട് നമ്മൾ ഓരോരുത്തരും. പ്രിയ സഹോദരങ്ങളെ, അവിടെ നിന്നും ഈ ഒറ്റക്കൊടുക്കൽ നമുക്ക് അവസാനിപ്പിക്കാം, ഈ തള്ളിപ്പറച്ചിൽ നമുക്ക് അവസാനിപ്പിക്കാം. യേശുവിനോട് പറ്റിച്ചേരാം, അവനു വേണ്ടി ജീവിക്കുവാനും അവനോടൊത്ത് മരിക്കുവാനും നമുക്ക് തയ്യാറാകാം. അങ്ങനെ ഈ പെസഹാ ദിവസത്തിൽ കർത്താവിന് തിരിശരീര രക്തങ്ങളോട് ചേർന്ന് നിൽക്കുവാനും ആ തിരിശരീര രക്തങ്ങൾ നൽകുന്ന വലിയ കൃപാവരം ആസ്വദിച്ച് യേശുവിൻ്റെത് മാത്രമായി ജീവിക്കുവാനും എല്ലാ കൃപയും തരണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൈശാചിക ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് എല്ലാവിധമായ ദൈവിക കൃപാവരത്തിലും ജീവിക്കുവാൻ സൗഭാഗ്യം തരണമേ. പെരുന്നാളിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.